അസ്സലാമു അലൈക്കും. ലെനസ് ബ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ നല്ലൊരു കുരുമുളക് ഇട്ട ബോട്ടി റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത്. അധികം മസാലകളൊന്നും ഇല്ലാതെ ഫ്രൈ ബോട്ടിയാണിത്. കുരുമുളക് കൂടുതലായിട്ട് ചേർത്തിട്ടുള്ളത്. ഞാൻ 2.5 കിലോ ബോട്ടിയാണ് ഇതിന് വേണ്ടിയിട്ട് എടുത്തിട്ടുള്ളത്. ഇത് മുറുക്കണീൻ്റെ മുന്നേ തന്നെ നന്നായി അപ്പുറവും ഇപ്പുറമൊക്കെ നന്നായി ക്ലീൻ ചെയ്തെടുക്കണം. ഇതിപ്പോൾ നന്നായി ക്ലീൻ ചെയ്തതിൻ്റെ ശേഷമാണ് എനിക്ക് കിട്ടിയപ്പോൾ തന്നെ നന്നായി ക്ലീൻ ചെയ്തതിന്, എന്നാലും അഴുക്കുകളൊക്കെ ഉണ്ടോ നോക്കിയിട്ട് വേണം ഇത് മുറിച്ചെടുക്കാൻ. പകുതി മുറിച്ചെടുത്തതിൻ്റെ ശേഷമാണ് ഞാനിപ്പോൾ ഇതിൽ കാണിക്കണത്. കണ്ടോ, ഇങ്ങനെ ക്ലീനായി കിട്ടണം. എവിടെയെങ്കിലും ചെറുതായിട്ട് ക്ലീനിങ് കമ്മി ഉണ്ടെങ്കിൽ അതൊക്കെ മാറ്റിയിട്ട് വേണം കട്ട് ചെയ്തെടുക്കാൻ. ബോട്ട് ഇഷ്ടപ്പെടാത്തവരാരും ഉണ്ടാവില്ല. ഇതുപോലെ വെച്ച് കഴിഞ്ഞാൽ ബോട്ടിൻ്റെ സ്മെല്ലോ ബോട്ടിൻ്റെ ചുവയൊക്കെ നല്ല അടിപൊളി ടേസ്റ്റിക്കാരം. ഇപ്പോൾ അത് മുറിച്ചെടുത്ത് ഞാൻ ഫുള്ളായിട്ട് മുറിച്ചെടുത്ത് കേക്ക് വെള്ളം ചോർന്നതിൻ്റെ ശേഷമാണ് ഞാൻ കാണിക്കണത്. ഇത് ഇനി ഫുള്ളായിട്ട് ഇതിൽ നിന്ന് വെള്ളം പോവണം. ഇനി ഇതിലേക്കുള്ള മസാല റെഡിയാക്കാൻ വേണ്ടിയിട്ട് കുറച്ച് കൂടുതലായിട്ട് ഞാൻ ചെറിയുള്ളി എടുത്തിട്ടുള്ളത്, കുറച്ച് വെളുത്തുള്ളി, ഒരു പീസ് ഇഞ്ചി, പച്ചക്കുരുമുളക്, പിന്നെ നല്ല ജീരകം. ഇത് നന്നായി ഒന്ന് ചതച്ചെടുക്കാം. ഇതൊന്ന് ചതച്ചെടുത്തതിൻ്റെ ശേഷം ഞാൻ ഇപ്പോൾ ഒരു കലത്തിൽ മൺകലത്തിലാണ് വെക്കണത്. വിറകടുപ്പിൽ തന്നെയാണ് വെക്കണത്, അതുകൊണ്ടാണ് മൺകലത്തിൽ വെക്കണത്. കുക്കറിൽ ഒരിക്കലും വെക്കാതൊക്കെയാണ് നല്ലത്. ബോട്ടി വെക്കണ സമയത്ത് വെള്ളം കൂടുതലായിട്ട് വരും, പിന്നെ അത് അത്ര വലിയ ടേസ്റ്റ് ഉണ്ടാവില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. ഞാൻ വെച്ചിട്ട് അത്ര വലിയ ടേസ്റ്റ് കിട്ടിയിട്ടില്ല. 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. കൂടുതൽ മസാല വേണ്ടവർക്ക് കൂടുതലായിട്ട് ചേർക്കാം. 1/2 ടീസ്പൂണ് മുളക് പൊടി ഇട്ട് കൊടുക്കാം. മുളക് പൊടി ഞാൻ കുറച്ച് ചേർത്തിട്ട് കുരുമുളക് പൊടിയാണ് കൂടുതലായിട്ട് ഇട്ട് കൊടുക്കുന്നത്. പെരുംജീരകപ്പൊടി 1/4 ടീസ്പൂൺ ഇട്ട് കൊടുക്കാം. 1/2 സ്പൂണ് കുരുമുളക് പൊടി ഇട്ട് കൊടുക്കാം. കുരുമുളക് പൊടി കുറച്ച് ഞാൻ ഇട്ട് കൊടുക്കണുള്ളൂ. പച്ചക്ക് ഞാൻ കുറച്ച് അരച്ചതിനു. ഇനി ഇത് വെന്തതിൻ്റെ ശേഷം കുറച്ചുകൂടി ഇതിൽ ചേർക്കുന്നുണ്ട്, അതുകൊണ്ടാണ് കുറച്ച് ചേർത്ത് കൊടുത്തത്. എരിവ് എത്ര വേണ്ടിയത് അതിനനുസരിച്ച് ചേർത്ത് കൊടുക്കാം. ചതച്ച് വെച്ച ഉള്ളിൻ്റെ അതും ഇട്ട് കൊടുത്ത് നന്നായി മിക്സ് ചെയ്ത് കൊടുക്കാം. ഇതിൽ ഒരു തുള്ളി പോലും വെള്ളം ചേർക്കണില്ല. വെള്ളം ചേർത്താൽ പണി കിട്ടും. അല്ലാതെ തന്നെ ഇഷ്ടം പോലെ ഇതിൽ വെള്ളം ഉണ്ടാവും. ഇതിൽ നിന്ന് ഒന്ന് പൊടിഞ്ഞ് വരാൻ സാധ്യത ഉണ്ട്. അതുകൊണ്ട് ഞാൻ ഒരു തുള്ളി പോലും വെള്ളം ചേർത്തിട്ടില്ല. ഇത് 2-3 മിനിറ്റ് നന്നായി മിക്സ് ചെയ്യണം. ഇതിലേക്ക് എരിവും പുളിയും ഒക്കെ മസാലകളൊക്കെ എല്ലായിടത്തും എത്തണ വിധത്തിൽ മിക്സ് ചെയ്ത് കൊടുത്തതിൻ്റെ ശേഷം ഞാനിത് അടുപ്പത്ത് വെക്കണത്. ഈ വീഡിയോ കാണുന്നതിൻ്റെ അടി കൂടെ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഇപ്പം അത് തുറന്ന് നോക്കുമ്പോൾ കാണാൻ പറ്റും ഒരു തുള്ളി വെള്ളം ചേർക്കാതെ തന്നെ വെള്ളത്തിൽ നിന്ന് പൊടിഞ്ഞുണ്ടായത്. ഇതാണ് ഞാൻ വെള്ളം ചേർക്കരുതെന്ന് പറയുന്നത്. കുക്കറിലൊക്കെ വെക്കുകയാണെങ്കിൽ ഫുള്ളായിട്ട് വെള്ളയിക്കാരം കൂടുതലായിട്ടും വരിക. ഇനി ഈ വെള്ളത്തിൽ കിടന്ന് വേവ് ഞാനൊരു 2-2.5 മണിക്കൂറോളം ഇത് വേവിച്ചെടുത്തിക്കണം. അപ്പോൾ അത് കുറച്ച് വറ്റീൻ്റെ ശേഷമാണ് ഇപ്പോൾ ഞാൻ കാണിക്കണത്. ഇപ്പോൾ ഈ ബോട്ടി 2.5 മണിക്കൂർ കഴിഞ്ഞപ്പോൾ നന്നായി വന്നിട്ടുണ്ട്. എല്ലാ ബോട്ടിയും ഇതുപോലെ വേവ് ഉണ്ടായിക്കൊള്ളണമെന്നില്ല, ഓരോ മൂപ്പിനനുസരിച്ചാവും വേവ്. അപ്പോൾ അത് നല്ല മൂപ്പില്ല ബോട്ടി ആയതുകൊണ്ടാണ് ഞാൻ 2.5 മണിക്കൂർ വേവിച്ചെടുക്കുന്നത്. ഏത് പാനിലും വേണമെങ്കിലും ഇത് ഫ്രൈ ചെയ്തെടുക്കാം. ഞാൻ കാസ്റ്റേൻ്റെ പാനാണ് എടുത്തിട്ടുള്ളത്. അതിലേക്ക് 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തു. വെളിച്ചെണ്ണയാണ് ഇതിൽ കൂടുതലും ടേസ്റ്റ് കിട്ടുക. ഓയിലുകൾ ഏതായാലും കുഴപ്പമില്ല, പക്ഷേ അത്ര വലിയ ടേസ്റ്റ് കിട്ടൂല ബോട്ടിക്ക്. ഇതൊന്ന് ചൂടായി വരുന്ന സമയത്ത് കറിവേപ്പില ഇട്ട് കൊടുക്കാം. അതൊന്ന് പൊട്ടി വരുന്ന സമയത്ത് ബോട്ടി ഫുള്ളായിട്ട് ഈ വെള്ളത്തോടുക്കൻ തന്നെ ഞാൻ ഒഴിച്ചു കൊടുക്കുകയാണ്. ഇത് ഫുള്ളായിട്ട് ഇട്ട് കൊടുത്തിട്ടില്ല. 2.5 കിലോയിൽ പകുതിയാണല്ലോ ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഇത് ഞാൻ ഹൈ ഫ്ലെയിമിൽ തന്നെയാണ് വെച്ചിട്ടുള്ളത്, കാരണം ഇത് നന്നായി വെന്ത ബോട്ടിയാണല്ലോ. അപ്പം ഇനി ഇതിൻ്റെ വെള്ളം വറ്റി കിട്ടുകയാണ് വേണ്ടിയത്. ഈ സമയം വേണം ഉപ്പും കുരുമുളകൊക്കെ പാകമാണോ എന്ന് നോക്കാൻ, ഇല്ലെങ്കിൽ ഈ സമയത്ത് ഇട്ട് കൊടുത്താൽ മതി. ഇതൊന്ന് വെള്ളം വറ്റി വരുന്ന സമയത്ത് സ്റ്റൗവ്
ഒന്ന് ലോ ഫ്ലെയിമിലാക്കിയിട്ട് വേണം ഫ്രൈ ചെയ്തെടുക്കാൻ. സമയം എടുത്തിട്ട് വേണം ഇത് ഫ്രൈ ചെയ്തെടുക്കാനും. അടിപൊളി ടേസ്റ്റാണ് ഇങ്ങനെ ഉണ്ടാക്കിയെടുക്കുകയാണെങ്കിൽ. ഇപ്പോൾ ഇതിലത്തെ വെള്ളമൊക്കെ വറ്റി ഞാൻ ലോ ഫ്ലെയിമിലാണ് ഇപ്പോൾ ഇത് സ്റ്റൗവ് വെച്ചിട്ടുള്ളത്. ഇതിലേക്ക് 1/2 ടേബിൾ സ്പൂണ് കുരുമുളക് പൊടി ഇട്ട് കൊടുക്കുകയാണ്. ഉപ്പ് കറക്റ്റായിരുന്നു, അതുകൊണ്ട് ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കണില്ല. ഇനി ഇതേപോലെ ഇത് ഇളക്കി എടുത്ത് ഫ്രൈ ചെയ്തെടുക്കുക. ഇതൊന്ന് അടി പിടിച്ച് നോക്കിയാണ്, അടി പിടിച്ചെഴുതി കുഴപ്പമൊന്നുമില്ല, അത് വിട്ട് വരും. കൂടുതലായിട്ട് ഓയിൽ വേണ്ടിയവർക്ക് ചേർക്കാം. ഞാൻ കൂടുതലായിട്ട് ഓയിൽ ചേർത്തിട്ടില്ല. പിന്നെ ഇതില്ല നെയ്യൊക്കെ ഞാൻ കളഞ്ഞു. മുളക് പൊടി കൂടുതൽ ചേർക്കണതിന് പകരം കുരുമുളക് പൊടി ചേർക്കുകയാണ് ഏറ്റവും നല്ലത്. അപ്പോഴാണ് ഈ ബോട്ടിക്ക് അടിപൊളി ടേസ്റ്റ് കിട്ടുക. ഇങ്ങനെ ഉണ്ടാക്കാത്തവരൊന്നും ഉണ്ടാക്കി നോക്കിയിട്ട് അഭിപ്രായങ്ങൾ പറയുന്നുണ്ട്. അടുത്ത വെറൈറ്റി വീഡിയോയുമായി കാണാം ഇൻഷാ അല്ലാ.